ദൈവതിരുനാമത്തിൽ പെടുമാറാകട്ടെ. ഹോശാന ചിന്തകളുടെ മൂന്നാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാം ഭാഗത്തിൽ നമ്മൾ അന്ധകാരത്തിൽ കഴിയുന്ന ജനങ്ങളെപ്പറ്റി സംസാരിച്ചു. രണ്ടാം ഭാഗത്തിൽ നമ്മൾ രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ജനതയെ പക്ഷെങ്കിൽ അതിനേക്കാളും വലിയ ഒരു അടിമത്തത്തിൽ നിന്ന് രക്ഷ നൽകുവാനായിട്ട് കടന്നു വന്ന യേശുക്രിസ്തു ആ ജനത്തെ ദൈവരാജ്യത്തിലേക്ക് സ്വീകരിച്ച അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് ആഹ്വാനം ചെയ്ത യേശുക്രിസ്തു. മൂന്നാമത് ഭാഗത്തിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വെളിച്ചത്തിൽ കഴിയുന്ന ജനങ്ങളുടെ പ്രത്യേകതയാണ്. വെളിച്ചത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ, അതായത് ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ, അവരുടെ ബേസിക്കായിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും സ്നേഹം. നമ്മൾക്കറിയാം, വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ പഴയ നിയമം മുതൽ തന്നെ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു, ഗോഡ് ഈസ് ലവ്. അത് ഏറ്റവും നന്നായിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത വ്യക്തിയാണ് യേശുക്രിസ്തു, ദൈവപുത്രനായ യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ 70 വട്ടം ക്ഷമിക്കണം എന്നുള്ള ആഹ്വാനം നൽകി. അതുപോലെ തന്നെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ ആൾക്കാരനെ സ്നേഹിക്കണം എന്നുള്ള ആഹ്വാനം. അതുപോലെ ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്ന് ഉപദേശിച്ച യേശുക്രിസ്തു. നിന്നോട് ഒരു ഫർലോങ് കൂടെ നടക്കുവാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 ഫർലോങ് കൂടെ നടക്കണമെന്ന് ആഹ്വാനം ചെയ്ത യേശുക്രിസ്തു. അപ്പോൾ സ്നേഹത്തിൻ്റെ പല സീമകളും, ജനങ്ങൾ വിചാരിക്കുന്ന പല സീമകളും ഖണ്ഡിച്ചുകൊണ്ട് അതിലൊക്കെയും അപ്പുറത്ത് പോയ യേശുക്രിസ്തു. അതിൻ്റെ അൾട്ടിമേറ്റ് സ്നേഹമായിരുന്നു ദുഃഖവെള്ളിയാഴ്ച നമ്മളിനിയും കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്വയം ജീവിതം, അതിനു മുന്നേ തന്നെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ സുഹൃത്തിന് വേണ്ടി സ്വന്തം ജീവനെ നൽകുവാൻ കഴിയുന്നയാൾ, അതായിരിക്കും യഥാർത്ഥ സ്നേഹിതൻ. അപ്പോൾ സ്നേഹത്തെ ഇത്രയ്ക്ക് ഉദ്ഘോഷിച്ച ഒരു വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ പാത പിൻപറ്റിയ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആത്മാവിൻ്റെ ഫലങ്ങളോ സ്നേഹം. എന്നിട്ട് സ്നേഹത്തിൻ്റെ പല ആട്രിബ്യൂട്ട്സാണ് പറയുന്നത്. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, അങ്ങനെയുള്ള 9 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നു. അപ്പോൾ വെളിച്ചത്തിൽ കഴിയുന്ന ജനങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിരിക്കും സ്നേഹം. പിന്നെ സ്നേഹത്തിൻ്റെ പല ബൈ പ്രോഡക്ട്സ് അതുമുണ്ടാവും. ഹോശാന ഞായറാഴ്ചയിൽ വായിച്ച ഒരു ലേഖനമായിരുന്നു ഞാനിവിടെ നിങ്ങളുടെ അടുക്കെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഹോശാന ഞായറാഴ്ച എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഇതായിരുന്നു. അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൽ 7 മുതൽ എനിക്ക് തോന്നുന്നു 17-ാം വാക്യം വരെയായിരുന്നു പള്ളിയിൽ വായിച്ചത്. ഞാൻ നിങ്ങളുടെ അടുക്ക് വായിക്കുന്നത് 7 മുതൽ 11 വരെ. 1 John chapter 2 verse 7-11. എൻ്റെ വത്സരലെ, ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന അല്ല എഴുതുന്നത്, പിന്നെയോ ആദ്യം മുതൽ നിങ്ങൾക്കുണ്ടായിരുന്ന പഴയ കൽപ്പന തന്നെ. പഴയ കൽപ്പനയോ നിങ്ങൾ കേട്ടിട്ടുള്ള വചനം തന്നെ. വീണ്ടും പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, അത് തന്നിലും നിങ്ങളിലും സത്യമായിട്ടുള്ളതാകുന്നു. അന്ധകാരം കടന്നുപോയി, സത്യപ്രകാശം കാണപ്പെട്ടു തുടങ്ങി. ആകയാൽ ഒരുവൻ ഞാൻ പ്രകാശത്തിലാകുന്നുവെന്ന് പറയുകയും അവൻ്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും അന്ധകാരത്തിൽ തന്നെയാകുന്നു. തൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നവനോ പ്രകാശത്തിൽ വസിക്കുന്നു, അവനിൽ ഇടർച്ചയില്ല. സ്വസഹോദരനെ സ്നേഹിക്കാത്തവൻ അന്ധകാരത്തിലാകുന്നു നടക്കുന്നത്. എവിടേക്കാണ് പോകുന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. എന്തെന്നാൽ അന്ധകാരം അവൻ്റെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. ഇതിനകത്തെ 9-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ആകയാൽ ഒരുവൻ ഞാൻ പ്രകാശത്തിലാകുന്നുവെന്ന് പറയുകയും അവൻ്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ ഇപ്പോഴും അന്ധകാരത്തിൽ തന്നെയാകുന്നു. യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിച്ചു, ഔദ്യോഗികമായിട്ട് സ്ഥാപിച്ച് എല്ലാവരെയും ആ ദൈവരാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മളെല്ലാം പ്രഘോഷിക്കുന്നത്, നമ്മൾ അത് വിശ്വസിക്കുന്നു, നമ്മൾ വെളിച്ചത്തിൽ വസിക്കുന്നു. പക്ഷെങ്കിൽ ഞാൻ ഈ എടുത്തു പറഞ്ഞ വാക്യം, നമ്മുടെ സഹോദരനെ നമുക്ക് സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്കിതിനെപ്പറ്റി കൂടുതൽ ഉപദേശിക്കുവാനോ വിശദീകരിക്കുവാനോ യോഗ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം
അവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ആ ഭാഗം വീട്ടിൽ ഇരുന്ന് ധ്യാനിക്കാവുന്നതാണ്. അതായത് 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 7-11 നിങ്ങൾ കഴിയുന്നതും വായിക്കുക, സ്വയമായിട്ടൊന്ന് ചിന്തിക്കുക. നമുക്ക് ആത്മപരിശോധന നടത്തുവാനായിട്ടുള്ള ഒരു വചനഭാഗമാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നാളത്തെ ദുഃഖവെള്ളിയാഴ്ചയ്ക്കായിട്ടുള്ള ആശംസകൾ നേർന്നുകൊള്ളുന്നു.